തിരുവനന്തപുരത്തെ കുത്തിവെപ്പെടുത്തതിന് പിന്നാലെ യുവതി മരിച്ച സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ നടക്കുന്നത്. മൃതദേഹവുമായി റോഡ് ഉപരോധിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ നടക്കുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ഹരികൃഷ്ണൻ ചേരുന്നുണ്ട്. തത്സമയം ഹരികൃഷ്ണൻ, അവർ ഒട്ടേറെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടല്ലോ, പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ടല്ലോ, ഒരു ചർച്ച നടക്കുകയാണോ ഇപ്പോൾ? എന്തൊക്കെയാണ് വിവരങ്ങൾ ഹരികൃഷ്ണൻ? ഉന്മേഷ്, വലിയ പോലീസ് സന്നാഹമുണ്ട് ഇവിടെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ നേരത്തെ ഈ ആശുപത്രി, അതായത് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലാണ് ഈ യുവതി ചികിത്സയ്ക്കായി എത്തിയത്. അവിടെയാണ് ആദ്യം ഇവർ പ്രതിഷേധം നടത്തിയത്. ഈ മൃതദേഹവുമായി എത്തിച്ച പ്രതിഷേധം നടത്തിയത് അവിടെ മണിക്കൂറുകളോളം, ഏതാണ്ട് 4 മണിക്ക് തുടങ്ങിയ പ്രതിഷേധം അത് 8:30 വരെ നീണ്ടു നിന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനകത്തേക്ക്, ആശുപത്രി കവാടത്തിനകത്തേക്ക് പോലീസ് ബലം പ്രയോഗിച്ച് ഇവരെ കയറ്റാൻ അനുവദിച്ചില്ല എന്നുള്ളതാണ്. കവാടത്തിന്റെ ഗേറ്റ് പൂട്ടി. ആ സാഹചര്യത്തിൽ മറ്റൊരു ഗേറ്റിലൂടെ ഈ പ്രവർത്തകർ ചാടിക്കടക്കാനൊക്കെയുള്ള ഒരു ശ്രമം നടത്തി. അവരിൽ പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി, വാക്കേറ്റം ഉണ്ടായി, സംഘർഷ സാധ്യത ഉണ്ടായി. അത് പിന്നീട് വലിയ സംഘർഷത്തിലേക്ക് പോകാതെ സംയമനം പാലിച്ച അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഇപ്പോൾ ഈ മൃതദേഹവുമായി ഈ യുവതിയുടെ, അതായത് ഈ കൃഷ്ണയുടെ മൃതദേഹവുമായി ആലമൂട് ജംഗ്ഷൻ, അതായത് ഈ ദേശീയപാതയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ദേശീയപാതയിൽ കുത്തിയിരുന്ന ഇപ്പോൾ ഈ പ്രവർത്തകർ ഉപരോധിക്കുകയാണ് എന്നുള്ളതാണ്. ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് പ്രധാനമായും ഈ യുവതിയുടെ മകൾ, 3 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് പഠനച്ചെലവ്, ആ കുട്ടിയുടെ പഠനച്ചെലവ് മുഴുവൻ സർക്കാർ ഏറ്റെടുക്കണം എന്നുള്ളതാണ്. അതായത് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ട ഈ കൃഷ്ണയുടെ മരണത്തിൽ അതിൽ പ്രതിഷേധിച്ച ആണ് ഇത്തരത്തിൽ പ്രതിഷേധം നടക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഈ കുട്ടിയുടെ, 3 വയസ്സുകാരി കുട്ടിയുടെ മുഴുവൻ പഠനച്ചെലവ് ഏറ്റെടുക്കണം എന്നുള്ളതാണ്. അത് മാത്രവുമല്ല, അത് ഏറ്റെടുക്കണം എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, തഹസിൽദാർ ഇവിടെ വന്ന ഈ രേഖാമൂലം ഉറപ്പെഴുതി തരണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അത് മാത്രവുമല്ല, ജില്ലാ കളക്ടർ ഈ സംഭവ സ്ഥലത്ത് ഇങ്ങോട്ടേക്ക് എത്തി അവരോട് സംസാരിക്കണം, ചർച്ച ചെയ്യണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ഈ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, BJP പ്രവർത്തകരുണ്ട്, വിവിധ സന്നദ്ധ സംഘടനയിലെ ആളുകൾ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ മൃതദേഹവുമായി മണിക്കൂറുകളായി പ്രതിഷേധിക്കുകയാണെന്നുള്ളതാണ്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള ആലമൂട് ജംഗ്ഷൻ, അതായത് അവിടെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്നത്. ഇവിടെ നിരവധി ദേശീയപാതയാണ്, നിരവധി വാഹനങ്ങൾ രണ്ടു നിരയിലും ഇവിടെ ഇങ്ങനെ ഗതാഗത തടസ്സം ഉണ്ടായി കിടക്കുകയാണ്. അത് വഴിതിരിച്ചു വിടുന്നുണ്ട് പോലീസ്. പക്ഷേ ഈ ഒരു സംയുക്ത അല്ലെങ്കിൽ ഒരു ജനകീയ സമരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ആ തരത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ നേതാക്കൾ ഈ പോലീസുമായി സംസാരിക്കുന്നുണ്ടെങ്കിലും ഒരു സംയമനത്തിനും അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്കും ആ തരത്തിലൊരു കോംപ്രമൈസിനും ഈ പ്രവർത്തകർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതായത് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ തഹസിൽദാർ, ജില്ലാ കളക്ടറൊക്കെ ഇവിടെ എത്തി ഇവർക്ക് ഈ രേഖാമൂലം ഈ ഉറപ്പ് അത് നൽകണം എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇത്തരത്തിൽ മൂത്രാശയ രോഗവുമായി ബന്ധപ്പെട്ട യുവതി ഈ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുന്നത്. ഈ ചികിത്സയ്ക്കായി ഈ അലർജിക്ക്, ഈ ഇഞ്ചക്ഷൻ ഒക്കെയുള്ള അലർജിക്കുള്ള ഒരു യുവതിയാണ്. യാതൊരു മുൻകരുതലുകളും ഇല്ലാതെ ഇത്തരത്തിൽ ഒരു ഇഞ്ചക്ഷൻ എടുത്തു എന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഇതിനുശേഷം ഈ കുട്ടിയുടെ ആരോഗ്യാവസ്ഥ വഷളാവുന്നു. പിന്നീട് ഈ മെഡിക്കൽ കോളേജിലേക്ക് ഈ കുട്ടിയെ മാറ്റുന്നു. അവിടെ വെച്ച് ഇന്നാണ് ഈ യുവതി മരണപ്പെടുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം ഉച്ചയ്ക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഈ മൃതദേഹം വിട്ടുകൊടുക്കുകയുണ്ടായി. ആ സമയം മുതൽ ഏതാണ്ട് ഒരു 3 മണി 4 മണി മുതൽ ഇവിടെ ഈ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിക്ക് സമീപം ഇവിടെ ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ആശുപത്രിക്ക് മുമ്പിലായിരുന്നു ആദ്യമെങ്കിൽ ഇപ്പോഴത് ഈ ഹൈവേയിലേക്ക്, അതായത് ഈ ദേശീയപാതയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു രാഷ്ട്രീയ സംഘടനയുടെയും പിൻബലം ഇതില്ലാതെ സംയുക്ത സമരം എന്നുള്ള രീതിയിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. പോലീസ് യാതൊരു വിധത്തിലുള്ള, അതായത് പ്രകോപനവും കൂടാതെ ഇവർ ഈ പ്രവർത്തകരെ പിരിച്ചുവിടുന്നതിനുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. അവരോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അവർ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. അവർക്കിതിൽ ഉറപ്പ് ലഭിക്കണം എന്നുള്ളതാണ്. ഈ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് പോലീസ്, പക്ഷെ അതിനൊന്നും തയ്യാറല്ല. ജില്ലാ കളക്ടർ സ്ഥലത്തെത്തണം എന്നുള്ളത് തന്നെയാണ് ഈ സമരക്കാരുടെ അല്ലെങ്കിൽ ഈ പ്രതിഷേധക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഇവർ ഇത്തരത്തിൽ ആശുപത്രി സൂപ്രണ്ടിന് മുന്നിൽ ഇത്തരത്തിൽ മൃതദേഹവുമായി പ്രതിഷേധിക്കാനായിരുന്നു ആദ്യത്തെ ഇവരുടെ പദ്ധതിയെങ്കിലും അത് പിന്നീട് ഉപേക്ഷിക്കുകയായിരുന്നു. അതായത് ആശുപത്രി കവാടത്തിനകത്തേക്ക് ഇത്തരത്തിൽ ഇവരെ കടത്തി വിട്ടിരുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ഇവർ ഈ ദേശീയപാത അത് ഉപരോധിച്ചിരിക്കുകയാണ്. രണ്ട് സൈഡിലും
വലിയ നിര ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട്. വാഹനങ്ങളുടെ വലിയ നിര ഇത്തരത്തിൽ കിടക്കുന്നുണ്ട്. KSRTC ബസ് ഉണ്ട്, അവിടെ അത്യാവശ്യമായി പോകേണ്ടവരുണ്ട്, ഈ ആശുപത്രിയിലേക്ക് വരേണ്ടവരുണ്ട്. അത്തരത്തിൽ ചെറിയ രീതിയിൽ രോഷാകുലരാണ് ഈ ജനങ്ങൾ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ പോലീസ് ഇത്തരത്തിൽ ഇവരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ നെയ്യാറ്റിൻകര ഈ പാറശാല, മാരായമുട്ടം തുടങ്ങിയ ഭാഗത്തെ പോലീസുകാരൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. വൈകിട്ട് ഈ പ്രതിഷേധം തുടങ്ങിയ സമയം മുതൽ അവർ ആ സമയം മുതൽ ഈ പ്രവർത്തകരോട് ഇത്തരത്തിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇവർ ഒരു കാരണവശാലും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ ദേശീയപാത ഉപരോധിച്ചുള്ള ഒരു സമരത്തിലേക്ക് അവർ കടന്നിരിക്കുകയാണ്. ചില പ്രവർത്തകർ ഈ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് എന്നുള്ളതാണ്. MLA പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെയുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടും, ഇത്രയും വലിയൊരു വാർത്തയായിട്ട് പോലും MLA പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നൊരു ആക്ഷേപമൊക്കെ ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഏത് തരത്തിലും ഈ ചികിത്സാ ചെലവ് അത് ഈ പഠന ചെലവ്, കുട്ടിയുടെ പഠന ചെലവ് അത് ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നുള്ളതാണ്. പക്ഷെ ഇത്തരത്തിൽ ആശുപത്രി അധികൃതർ ഇതുവരെയും ഈ തരത്തിൽ ഇതൊരു ചികിത്സാ പിഴവാണെന്ന തരത്തിൽ അത് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മളോട് ഈ ഉച്ചയ്ക്ക് തന്നെ നമ്മളോട് പ്രതികരിച്ചപ്പോഴൊക്കെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ആരോഗ്യമന്ത്രി അന്വേഷണത്തിൽ ഉത്തരവിട്ടിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ DMOയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അക്കാര്യങ്ങളിലൊക്കെ ഒരു അന്വേഷണം നടത്തി ഔദ്യോഗികമായി പിഴവുണ്ടോ എന്ന് അറിയേണ്ടതുണ്ടല്ലോ. ആരോഗ്യവകുപ്പ് അധികൃതർ അതിനുശേഷമേ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഇവരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ, അനന്തീപ്പിക്കാൻ പോലീസ് എന്തിടപെടലാണ് ഇപ്പോൾ നടത്തുന്നത്? പോലീസ് ഈ പ്രവർത്തകരുമായി സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതായത് ഇവരോട് പിരിഞ്ഞു പോകണം എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ ആവശ്യം. കാരണം അത്തരത്തിലുള്ള ഗതാഗത കുരുക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ ഒരു തരത്തിലുള്ള പരിഹാരത്തിനും ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും ഈ പ്രവർത്തകർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഈ പോലീസ് ഇവരോട് സംസാരിച്ച് ഇവരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ അവരതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. ഈ തരത്തിൽ ഉറപ്പ്, അതായത് ഈ പഠന ചെലവടക്കം ഏറ്റെടുത്തു എന്നുള്ള ഉറപ്പ്, അത് തഹസിൽദാർ രേഖാമൂലം ഇവർക്ക് എഴുതി നൽകണം എന്നുള്ളത്. അതുമാത്രമല്ല, ഈ ജില്ലാ കളക്ടർ ഇവിടെ എത്തി ഇവരോട് സംസാരിച്ച് ഈ ചർച്ചയ്ക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം എന്നുള്ളതാണ്. ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് ഈ ആരോഗ്യ വകുപ്പും മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ ഇത്തരത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ 15 ദിവസത്തിനകം ഇത്തരത്തിൽ ആ റിപ്പോർട്ട് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എത്രയും വേഗം തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് ആരോഗ്യമന്ത്രി ഇത്തരത്തിൽ ഇത് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഇതെന്താണ്, ചികിത്സാ പിഴവാണോ അടക്കമുള്ള കാര്യത്തിൽ. പക്ഷേ അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഇന്ന് ഈ വൈകിട്ട് 4 മണി മുതൽ ഇത്തരത്തിൽ ഇവിടെ ഒരു പ്രതിഷേധം നടക്കുകയാണ് എന്നുള്ളതാണ്. ആദ്യം ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു, പിന്നീട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു, BJP പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. അങ്ങനെ വിവിധ സംഘടനകളെ, വിവിധ രാഷ്ട്രീയ സംഘടനകളെയും വിവിധ സന്നദ്ധ സംഘടനകളെയും ആളുകൾ ഇവിടേക്ക് എത്തി ഈ പ്രതിഷേധിക്കുന്നുണ്ട്. ഈ പ്രതിഷേധത്തിന് ഒപ്പം കൂടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഇവർ ഈ ഒരു ചർച്ചയ്ക്കും തയ്യാറായില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു കൂട്ടർ അന്നേരം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, അവർ സംസാരിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. അതായത് പോലീസുമായി ഒരു സംയമനത്തിന് തയ്യാറാണ്. പക്ഷേ അതിന് പോലീസല്ല വരേണ്ടത്, തഹസിൽദാരോ അല്ലെങ്കിൽ ജില്ലാ കളക്ടറോ അത്തരത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലുള്ള ആരെങ്കിലും ഇവിടേക്ക് വന്ന് ഇവർക്ക് ഈ തരത്തിലുള്ള ഉറപ്പുകൾ, ഇവർ പറയുന്ന ഉറപ്പുകൾ ലഭിക്കണം എന്നുള്ളതാണ്. അത് രേഖാമൂലം ലഭിക്കണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതുവരെയും ഈ സമരം, പ്രതിഷേധം തുടരും എന്നുള്ളതാണ്. ഒരു ഉപരോധ സമരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. ഈ ആലമൂട് ജംഗ്ഷനിൽ, ദേശീയപാതയിൽ ആലമൂട് ജംഗ്ഷനിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു പ്രതിഷേധം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഈ പ്രതിഷേധക്കാരോട് ചോദിക്കാം, എന്താ നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം? നമ്മുടെ ഈ കുട്ടി 28 വയസ്സായ പെൺകുട്ടി മരിച്ചിട്ട് ഇത്രയും സമയമായിട്ട് ഈ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുകയോ, ഈ കുട്ടിയുടെ 3 വയസ്സായ കൊച്ചുള്ള കുടുംബമാണ്, ആ കുടുംബത്തിനൊരു നഷ്ടപരിഹാരം, ഈ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് സംഭവിച്ച ഈ സംഭവത്തിന് ഒരു നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജനകീയമായ സമരമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താ? പ്രധാനപ്പെട്ട ആവശ്യം ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണം. 25 ലക്ഷം രൂപ ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം. ഏറ്റവും തെളിവുകൾ കയ്യിലാണ്. കാരണം പിഴവാണെന്ന്
കേസ് റിപ്പോർട്ട് കിട്ടിയാലേ ഞങ്ങളിത് പോസ്റ്റ്മോർട്ടത്തിന് സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞത് പ്രകാരം കളക്ടർ ഇടപെട്ടിട്ട് നമുക്ക് കേസ് ഷീറ്റ് കിട്ടി. കേസ് ഷീറ്റ് വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. ഞാൻ മെഡിക്കൽ ഫീൽഡ് വർക്ക് ചെയ്യുന്നതാണ്, പൊതുപ്രവർത്തകയാണ്, BJPയുടെ ഘടകകക്ഷിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, RLJPയുടെ. അപ്പം ഞങ്ങൾ ഈ ECG വെറുതെ ഒന്ന് നോക്കിയതാണ്. പേഷ്യൻറ്റിനെ 2:47 മെഡിക്കൽ കോളേജിൽ ഇവിടുന്ന് റെഫർ ചെയ്ത് വിട്ട് അവിടെ IP എടുത്തു. ഇപ്പോഴത്തെ നിങ്ങളുടെ ആവശ്യം എന്താണ്? ഈ സമരത്തിന് ആവശ്യം എന്ന് പറയുന്നത് ഈ ഡോക്ടറെയും ഇതിനകത്ത് സൈൻ ചെയ്ത സൂപ്രണ്ടിനെയും അന്വേഷണ വിധേന സസ്പെൻഡ് ചെയ്യുക. നേഴ്സുമാർക്കും ആരാണോ ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ളത് അവർക്ക് എല്ലാവർക്കും സസ്പെൻഡ് ചെയ്യുക. കുടുംബത്തിന് നഷ്ടപരിഹാരം, കൊച്ചിന് നീതി ഉണ്ടാവണം. ഉന്മേഷ്, ആ തരത്തിലാണ് ഈ പ്രതിഷേധക്കാർ, ആ തരത്തിലാണ് ഇവിടെ ഈ പ്രതിഷേധം, ഉപരോധം. 3 വയസ്സാവുന്നതേ ഉള്ളൂ. ആ ഒരു പെൺകൊച്ചിന്റെ അമ്മയുടെ മോൻ തന്നെ കാണാൻ കഴിയുമോ? ഇനി അല്ല എന്തെന്ന് പറഞ്ഞിട്ട് അമ്മയെന്ന് വിളിക്കുക? ആരെ അമ്മയെന്ന് വിളിക്കുക? ആ 3 വയസ്സ് പോലും ആയിട്ടില്ല. ആ പോകുന്നതേ ഉള്ളൂ. ഈ ആരോഗ്യ പ്രവർത്തകർ ആരെങ്കിലും ആരെങ്കിലും ദിവസം ഞങ്ങളെ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു മനുഷ്യൻ ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, അറിയാമോ? ഒരു മനുഷ്യര് ഞങ്ങൾ എവിടെയെല്ലാം പഞ്ചായത്ത് ഞങ്ങളെ സഹായിക്കാനുണ്ടല്ലോ. നാളെ എന്ന് പറഞ്ഞ് ശരത്തിന്റെ ഒരു കൂട്ടുകാരൻ ചേട്ടൻ പക്ഷെ ആ തരത്തിലാണ്, അതായത് ഇവിടെ ഈ പ്രതിഷേധം അത് നീളുകയാണെന്നുള്ളതാണ്. ഇവിടെ ഈ ആലമുടി ജംഗ്ഷനിൽ ഇത്തരത്തിൽ പ്രതിഷേധം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ കുത്തിയിരുന്നുള്ളൊരു പ്രതിഷേധത്തിലേക്ക് അവർ ഈ റോഡ് ഉപരോധിച്ചുള്ളൊരു പ്രതിഷേധത്തിലേക്ക് പോയിരിക്കുകയാണെന്നുള്ളതാണ്. ഏതാണ്ട് 4 മണിയോടുകൂടി ഈ സമരം ഇവിടെ തുടങ്ങിയതാണ്. ഈ ബന്ധുക്കളും ഇതിനകത്ത് ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതാണ്. അതായത് ബന്ധുക്കളും നാട്ടുകാരും വിവിധ സന്നദ്ധ സംഘടനയിലെ പ്രവർത്തകരും അടക്കം ചേർന്നാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് ഇവർ പോയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവർക്കൊരു നീതി ഉറപ്പാക്കുന്നിടം വരെ, അല്ലെങ്കിൽ നീതി ലഭിക്കുന്നിടം വരെ ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടാകും, കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തും എന്നുള്ളത് തന്നെയാണ്. ഈ ഉപരോധിച്ച് പ്രതിഷേധം ഈ ഒരു ജനകീയ സമരം എന്നുള്ള രീതിയിലേക്കാണ് ഇത് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ നാട്ടുകാരടക്കം രോഷാകുലരാണോ എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് കഴിഞ്ഞാൽ ആരോഗ്യരംഗത്തെ ആരും ഇത്തരത്തിൽ വിദഗ്ധരാരും ഇങ്ങോട്ടേക്ക് എത്തി നോക്കിയോ അല്ലെങ്കിൽ ഇവരോട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത്. നെയ്യാറ്റിൻകരയിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. അവിടെ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ വിമർശനം ഉയരുന്നു. ചികിത്സാ പിഴവിനെ തുടർന്നാണ് യുവതി മരിച്ചത് എന്ന ആരോപണം ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം നടക്കുന്നത് നെയ്യാറ്റിൻകരയിൽ.